മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയെന്ന് തുറന്നടിച്ച് കെ സുധാകരൻ. വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി മോഹത്തിന് വീണ്ടും തിരിച്ചടി. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് മുന്നിൽ വടംവലികൾ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. ഗ്രൂപ്പ് പാലം വലികൾ മാറാതെ കോൺഗ്രസ് രാഷ്ട്രീയം. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ ഏറെ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് കെ സുധാകരന്റെ ഈ തുറന്നുപറച്ചിൽ വലിയ തിരിച്ചടിയായിരുന്നു. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലുകളോടെ കണ്ണൂരിൽ മത്സരിക്കണമെന്ന വാശി മാറ്റിവെച്ച സുധാകരൻ UDFിനു വേണ്ടി പ്രചരണ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചുവെങ്കിലും വി.ഡി. സതീശനോടും കെ.സി. വേണുഗോപാലിനോടുമുള്ള അസംതൃപ്തികൾ ഇപ്പോഴും ശക്തമായി തുടരുന്നുവെന്ന് തന്നെയാണ് ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെ പിന്തിരിപ്പിക്കാൻ മകൻ ഇടപെട്ടുവെന്ന വാദം ശുദ്ധ അസംബന്ധമാണെന്നും സുധാകരൻ പറഞ്ഞു. മല്ലികാർജുൻ ഖാർഗെ തന്നെ വിളിച്ചിരുന്നു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനം താൻ എടുക്കില്ലെന്ന് ഖാർഗെയ്ക്ക് അറിയാമെന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയായ ടി.ഒ. മോഹനനുമായി തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നും സുധാകരൻ പറഞ്ഞു. താൻ സ്ഥാനാർത്ഥിയാകുന്നില്ലെങ്കിൽ പകരം ടി.ഒ. മോഹനനെ ആക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ വാക്ക് പാലിച്ചുവെന്നാണ് താൻ പറഞ്ഞത്. പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല എന്നും തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിനടുത്ത് ലഭിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. താൻ ഒരിക്കലും BJPയിലേക്ക് പോകില്ല എന്നും സുധാകരൻ തറപ്പിച്ചു പറഞ്ഞിരുന്നു. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും ചേർന്നാണ് തന്നെ ആസൂത്രിതമായി വെട്ടിയൊതുക്കാൻ ശ്രമിച്ചതെന്ന് കെ സുധാകരന് നന്നായി അറിയാം. KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോഴും തന്നെ അപമാനിക്കുന്ന നടപടികളാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയതെന്ന ആരോപണം പലകുറി സുധാകരൻ ഉയർത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയത് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും ചേർന്നായിരുന്നുവെന്നും സുധാകരനൊപ്പം ഉണ്ടായിരുന്നവർ അന്നുതന്നെ ആരോപണമുയർത്തിയിരുന്നു. പരസ്യമായി പറയുന്നില്ലെങ്കിലും ആ വികാരം ശക്തമായി തന്നെ സുധാകരനുമുണ്ട്. ഇക്കുറി സീറ്റ് വിഭജന വേളയിൽ കണ്ണൂരിൽ താൻ നിർദ്ദേശിച്ച പേരുകൾ വെട്ടിയതാണ് സുധാകരനെ പ്രകോപിതനാക്കിയത്. ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന സുധാകരന്റെ ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. പകരം വേണുഗോപാൽ വിഭാഗക്കാരനായ ടി.ഒ. മോഹനനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിലെല്ലാമുള്ള അസംതൃപ്തിയാണ് സുധാകരന്റെ പൊട്ടിത്തെറിക്ക് പുറകിലുണ്ടായിരുന്നത്. അപ്പോഴെല്ലാം കേരളത്തിലെ തലമുതിർന്ന നേതാവ് എന്ന പരിഗണനയും ആദരവും നൽകി പക്വതയോടെ ഇടപെട്ട നേതാവായിരുന്നു രമേശ് ചെന്നിത്തല എന്ന നിലപാടാണ് കെ സുധാകരന് ഉണ്ടായിരുന്നത്. UDFിന് അധികാരം കിട്ടിയാൽ ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് സുധാകരൻ തുറന്നടിച്ചതിന് പിന്നിലെ അടിയൊഴുക്ക് ഇതാണ്. മുഖ്യമന്ത്രി കസേരയ്ക്കായി അണിയറ നീക്കങ്ങൾ നടത്തുന്ന വി.ഡി. സതീശന് സുധാകരന്റെ നീക്കം തിരിച്ചടിയായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് ഭൂരിപക്ഷം ലഭിച്ചാൽ സ്ഥാനാർത്ഥി നിർണയത്തിലെന്നതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും തർക്കങ്ങളും വടംവലികളും ഉണ്ടാകുമെന്നതിന്റെ സൂചന തന്നെയാണ് കെ സുധാകരന്റെ ഈ തുറന്നു പറച്ചിലിൽ ഉയർന്നു നിൽക്കുന്നത്.